ട്രംപും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ അങ്ങനെ ഇപ്പോൾ ടിക്ടോക്കിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിക്ടോക്കിൽ ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് US നല്ല ഹൈ പ്രൈസിന് കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളും ചൈനയിൽ ഇപ്പോൾ പകുതിയുടെ പകുതി വിലയ്ക്കാണ് കിട്ടുന്നതൊക്കെ പണ്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാണ് ടിക്ടോക്കിൽ ഫുള്ള് ട്രെൻഡ് എന്ന് പറയുന്നത്. പല ക്രിയേറ്റേഴ്സ് പല വസ്തുക്കളുടെ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ ഇട്ടുകൊണ്ട് ടിക്ടോക്കിൽ വൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു 2-3 ഡേയ്സ് ആയിട്ട് ഇപ്പോൾ അമേരിക്കൻസിൻ്റെ ടിക്ടോക്ക് ഫീഡ് മൊത്തം ഇങ്ങനെയുള്ള ചൈനീസ് ക്രിയേറ്റേഴ്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾക്ക് നേരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ചൈനയുടെ മേൽ 145% ട്രംപ് ഇമ്പോർട്ട് ടാക്സ് ചുമത്തിയപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ചൈന 125% US ഗുഡ്സിന് എതിരെ താരിഫ് റേറ്റ് ചുമത്തിയത്. മൊത്തം ഇപ്പോൾ നിലവിൽ 245% US ചൈനയുടെ മേൽ ചുമത്തിയ താരിഫ് എന്ന് പറയുന്നത്. അതിന് പുറമെ ചൈന ഇപ്പോൾ US എല്ലാ ഗുഡ്സിൻ്റെയും സപ്ലൈ ചെയിൻ സിസ്റ്റം വരെ ഡിസപ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനികൾ എന്ന് പറയുന്നത്. അതിന് പുറമെ US ഒരുപാട് സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആയിട്ടുള്ള സിറ്റിസൻസ് അവർ പരാതിപ്പെട്ടതാണ്. 1-2 ദിവസമായിട്ട് അവരുടെ ടിക്ടോക്ക് ഫീഡ് മൊത്തം ഒരുപാട് ചൈനീസ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നത്രേ. അതായത് അമേരിക്കയിലുള്ള പല ലക്ഷറി ബ്രാൻഡുകളുടെയും പിന്നിൽ സത്യത്തിൽ ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനികളാണ് നിർമ്മാതാക്കളായി ഉള്ളത് എന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണത്രേ ഇവർ ടിക്ടോക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. Some say as long as there's a tag saying made in China, the bag can never be luxury. However, in fact, more than 80% of the luxury bags in the world are made in China. But those luxury brands just won't acknowledge that. US ഒരു കമ്പനിയുണ്ട്, അതായത് ലുലു ലെമൺ യോഗ പാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരുടെ യോഗ പാൻസ് $100 US അവൈലബിൾ ആയിട്ടുള്ളത്. അത് $5-6 അത്ര ചൈനയിൽ ലഭിക്കുന്നത്. അതുപോലെ $50 നമ്മുടെ ലൂയി വിട്ടൻ്റെ സെയിം സ്റ്റൈലിലുള്ള ബാഗുകൾ ചൈനയിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ ടിക്ടോക്കിൽ തരക്കുമെന്ന് പറയുന്നത്. കുറേ അമേരിക്കൻസ് ഈ വീഡിയോസ് കണ്ടിട്ട് അവർ ഡയറക്റ്റ് ഇത്തരം ഉൽപ്പന്നങ്ങൾ ബൈ ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ പറഞ്ഞ ഈ വീഡിയോസിൽ കാണുന്ന ഈ ചൈനീസ് പ്രൊഡക്ട്സിൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും തന്നെ അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടീസും അതുപോലെ തന്നെ കസ്റ്റം ഡ്യൂട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ താരിഫ് പ്രൈസസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടുമിക്ക ഷിപ്പിംഗ് കോസ്റ്റും ഒക്കെ കൂട്ടിയിട്ടും അത് അമേരിക്കയിലുള്ള പല ലക്ഷറി ബ്രാൻഡുകളെക്കാൾ പകുതി വിലയ്ക്കാണ് അത് അവൈലബിൾ ആണെന്നാണ് അവർ പറയുന്നത്. അത്രക്കും വിലക്കുറവിലാണ് പല ലക്ഷറി സിമിലർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഐറ്റംസും ഒക്കെ ഇത്തരം വീഡിയോസിലൂടെ ഈ ചൈനീസ് ക്രിയേറ്റേഴ്സ് ഓഫർ ചെയ്യുന്നത്. അതായത് പല ലക്ഷറി ബ്രാൻഡുകളും അമേരിക്കയിലുള്ള പല ലക്ഷറി കമ്പനികളും എത്രത്തോളം പണം എടുത്തുകൊണ്ടാണ്, എത്രത്തോളം പണം ചിലവാക്കിക്കൊണ്ടാണ് അവർ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ എത്രത്തോളം വില കൂട്ടിയിട്ടാണ് പിന്നീട് അവരത് മാർക്കറ്റിലേക്ക് വിൽക്കുന്നതെന്നൊക്കെ കൃത്യമായി വെളിപ്പെടുത്തുകയാണ് ഇത്തരം ക്രിയേറ്റേഴ്സ് ടിക്ടോക്കിലൂടെ. സം പീപ്പിൾ ഈവൻ സേ ദാറ്റ് ചില ലക്ഷറി ബ്രാൻഡുകളും അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ചൈനീസ് പ്രൊഡക്ട്സുകളും തമ്മിലുള്ള ഏക ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്മേൽ കാണുന്ന ആ ലേബൽ മാത്രമാണെന്നൊക്കെയാണ്. That's because more than 90% of the price is paid for its logo. But if you do not care about the logo, you just want the same quality, same material, you can just buy from us. യഥാർത്ഥത്തിൽ ഇതൊരു റെസ്പോണ്ടാണ്, എ റെസ്പോണ്ട് ഫ്രം ചൈന ടു ദി US ദിനം പ്രതി ചൈനയുടെ മേൽ ചുമത്തിക്കൊണ്ടിരിക്കുന്ന താരിഫുകൾക്ക് ഒരു തിരിച്ചടിയായിട്ടാണ്, അതിനൊരു റെസ്പോണ്ട് ആയിട്ടാണ് അത്രേ ഇത്തരം ക്രിയേറ്റേഴ്സ് മൊത്തം ഈ വീഡിയോസിലൂടെ അവരുടെ ആദർശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക്സും ഇൻസ്ട്രക്ഷൻസും വരെ കൊടുത്തുകൊണ്ടാണ് അവർ ഇത്തരം പ്രൊഡക്ട്സുകൾ ഓഫർ ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടാതെ ഇതിന് പിന്നിലുള്ള ഈ ക്രിയേറ്റേഴ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ താരിഫ് വാർ മുതലെടുത്തുകൊണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ വീഡിയോസിൽ കാണുന്ന ഫേക്ക് ആയിട്ടുള്ള ഡ്യൂപ്പ് മാനുഫാക്ചേഴ്സിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുമാകാം. ചിലപ്പോൾ അതായിരിക്കാം അവരുടെ ഈ വീഡിയോസിലൂടെയുള്ള ഈ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തൊക്കെയാണേലും ഈ വീഡിയോസിൽ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാ വീഡിയോസും തന്നെ ജെന്യുവിൻ ആണെന്നൊന്നും മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കൂടാതെ ഒരുപാട് ലക്ഷറി ബ്രാൻഡുകളുടെ റിയൽ സപ്ലൈസ് ചൈനയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ഫോൾസ് ക്ലെയിംസ് ഒക്കെ വരുന്നുണ്ട്. എനിവേ, ഇപ്പോൾ നടക്കുന്ന ഈ നിലവിലുള്ള ഈ താരിഫ് വാർ കൊണ്ടുവന്നത് US ആണെങ്കിലും ചൈന തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടറിയാം ഡൊണാൾഡ് ട്രംപ് താങ്കളുടെ ഈ ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള താരിഫ് വാർ കൊണ്ട് എന്തൊക്കെയാണ് താങ്കൾക്കും താങ്കളുടെ രാജ്യത്തിനും അതും കഴിഞ്ഞ് ഗ്ലോബൽ ഇക്കോണമിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്.